ഹലോ ഗൈസ്, ഇന്നൊരു പുതിയ വീഡിയോ. അത് പുതിയ വീഡിയോ ഒരു പഴയ ഇയറിങ്ങിനെ എങ്ങനെ പുതിയതാക്കാം എന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലൊരു പഴയ ഇയറിംഗ് ഉണ്ടായിരുന്നു, കളയാനൊക്കെ ആയിട്ട് കളറൊക്കെ പോയിരിക്കുന്ന ഒന്നാ. അപ്പോൾ അവനെ ഞാനൊന്ന് റെഡിയാക്കി എടുക്കുന്നതാണ് ഈ വീഡിയോ. അപ്പോൾ അതിന് വേണ്ടുന്ന വയറുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കുറച്ച് ബീഡ്സ് ഉണ്ട്. അതിനത് ഇങ്ങനെ ഇതിലേക്ക് കോർത്തെടുക്കണം. ഇങ്ങനെ ഇതിൽ ഞാൻ നിറച്ച് ഫില്ല് ചെയ്ത് ഇതിൻ്റെ അറ്റത്ത് കണ്ടോ, ഈ എടുത്ത് കട്ട് ചെയ്ത ഈ വയറിൻ്റെ അറ്റത്ത് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി, ഇങ്ങനെ ഒന്ന് മടക്കി ഒന്ന് വെച്ചിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ബീഡ്സ് നമ്മൾ ഇടുമ്പോഴേ അതങ്ങ് ഇളകി പോകത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആക്കിയൊക്കെ എടുത്തു. ഇതിപ്പോൾ ഞാൻ സ്പീഡിൽ വീഡിയോ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇച്ചിരി ഈസി ആയിട്ട് തോന്നും കേട്ടോ. ഇത് സിമ്പിൾ അല്ല, ഇത് വളരെ ഹമ്പിളാണ്. ഈ ബീഡ്സ് അങ്ങനെ നമ്മൾ വിചാരിക്കും പോലെ പെട്ടെന്നൊന്നും കയറി വരൂല. ഇച്ചിരി എടുക്കുക. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചു. പിന്നെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അറ്റത്തിങ്ങനെ ഞാൻ ഒരു കെട്ടിട്ട് വെച്ചെന്ന്. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു കുഞ്ഞ് കെട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കത്രികയും ഇതിന് വേണ്ടുന്ന ടൂളൊക്കെ കണ്ടല്ലോ, കത്രികയുണ്ട്. ദേണ്ടെ ഇതിൽ കണ്ടോ, ഇതിൽ ഞാനിങ്ങനെ ഈ ലൂപ്പിലിങ്ങനെ ഇത് ഇച്ചിരി നല്ല ടാസ്ക്കാ കേട്ടോ. വീഡിയോസിൽ ഞാൻ റെഫറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ തന്നെ. അപ്പോൾ യൂട്യൂബിൽ കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഇത് എളുപ്പമാണല്ലോ, സംഭവം ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. ഇങ്ങനെയൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതിങ്ങനെ ചുറ്റി തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ കാര്യം മനസ്സിലാവുന്നത്. ഇതിങ്ങനെ ഇളകി പോവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇച്ചിരി നല്ല രീതിക്കൊന്ന് ടൈ ചെയ്ത് ഒക്കെ ഇങ്ങനെ ഇതിലിങ്ങനെ ചുറ്റിയെടുക്കുക. ഇത് ഇങ്ങനെ നമ്മളിങ്ങനെ കുറച്ച് ചുറ്റി വരുമ്പോഴത്തേക്കും കുറച്ച് ടൈറ്റ് ആവുന്നത് പോലെ തോന്നും. എന്ന് വെച്ചാൽ നമ്മൾ മൊത്തത്തിൽ ഫില്ല് ചെയ്തിടുവല്ലായിരുന്നോ ചെയ്തേ. അപ്പം ഞാൻ കുറച്ച് പകുതിയൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് കുറേശ്ശെ ഇങ്ങനെ ഇത് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഈ വയറ് കണ്ടോ, ഈ സ്റ്റീൽ വയർ കണ്ടില്ലേ, ഈ വയറ് 0.5 ആട്ടോ എടുത്തത്. ഫസ്റ്റ് ടൈം ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ തീരെ ചെറുതായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ചുറ്റി ഇരിക്കുന്നില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ അളവിൽ നോക്കിയിട്ട് വാങ്ങിച്ചത്. അപ്പോൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു അളവിന് വാങ്ങിക്കേ. അപ്പോൾ അങ്ങനെ ഇതുപോലെ ഇങ്ങനെ ചുറ്റാൻ ഇച്ചിരി ടാസ്ക്കാണ്. വളരെ എളുപ്പമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇച്ചിരി ടാസ്ക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് മുത്തുകളെയൊക്കെ ഞാനിങ്ങനെ മാറ്റിയിട്ടുണ്ടായിരുന്നു. മാറ്റിയിട്ട് പിന്നെ ഇതിങ്ങനെ മൊത്തം ചുറ്റിയെടുത്തു. അങ്ങനെ മൊത്തം ചുറ്റിയെടുത്തു. ഈ നമ്മൾ എവിടെയാണോ ആദ്യം കെട്ടിടുന്നത് അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ എൻഡിൽ കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ കെട്ടിടത്തില്ലേ, ഇങ്ങനെ കെട്ടിടുക എന്നല്ല, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കുക. ഈ സ്റ്റീൽ അങ്ങനെ ഇരിക്കും. ഇച്ചിരി കൂടെ നല്ലത് ഈ റൗണ്ട് നമ്മൾ ആ റിങ് എടുക്കത്തില്ലേ, ഇത് ഈ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഉണ്ടല്ലോ. ഇതിപ്പോൾ പാർഷ്യൽ അല്ലേ, പകുതിയല്ലേ. ഫുള്ളായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഗ്രിപ്പ് കിട്ടും അവിടെയും, അങ്ങനെ ഇരിക്കും. അതുകൊണ്ടാണ് ഈ അറ്റത്തോട്ട് ഒരുപാട് ഞാൻ ചുറ്റാതെ വെച്ചിരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇച്ചിരി താഴോട്ട് ആക്കുവാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരും, അത് കറക്റ്റായിട്ടിരിക്കും. എങ്ങനെയുണ്ട്? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി അത്ര പോരാത്തതുകൊണ്ട് അതിൻ്റെ ആ കളറ് നന്നായിട്ട് അറിയാൻ പറ്റുന്നില്ല. അല്ലാതെ എല്ലാ കളറ് നമുക്ക് ഏത് ഡ്രസ്സ് ഇട്ടാലും അതിൻ്റെ കൂടെ നമുക്ക് ഇടാൻ പറ്റും ഇത്. എൻ്റെ ഇത് ഒരു ഗോൾഡൻ കളറിൽ ആയിരുന്നു ഇത് ഞാൻ വാങ്ങിയിട്ട്. അതിൻ്റെ കളറെല്ലാം പോയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാതെ ഇങ്ങനെ ഇട്ടിരുന്നത്. അപ്പോഴായിരുന്നു ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടത്. അങ്ങനെ എടുത്ത് ചെയ്തതാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇത്. കണ്ടില്ലേ? എങ്ങനെയുണ്ട്? അങ്ങനെ ഞാൻ ഇട്ട് നോക്കി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാ കളർ ഡ്രസ്സിൻ്റെ ഞാനിപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ കളറിൻ്റെ എല്ലാം ചെയ്യാറുണ്ട്. ഈ ഇയറിങ്, ബ്രേസ്ലെറ്റ്, അപ്പം നമുക്ക് എല്ലാ കളർ ഡ്രസ്സിൻ്റെയും കൂടെ ഇടാൻ പറ്റും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരണേ. താങ്ക് യു.